ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എഥനോൾ ബ്ലെൻഡിങ്, അസ്വേജിങ് ദ കൺസേൺസ്. എന്താണ് എഥനോൾ ബ്ലെൻഡിങ്? അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ നോക്കേണ്ടത് എഥനോൾ ബ്ലെൻഡിങ് എന്താണെന്ന് നോക്കണം. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ എഥനോൾ ബ്ലെൻഡിങ് എന്താണെന്ന് നോക്കണം. ദെൻ അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൺസേണുകൾ, കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കൺസേണുകൾ ഉണ്ട്, ദെൻ ഒരു എൻവിറോൺമെന്റൽ ആൻഡ് എക്കോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എഥനോൾ ബ്ലെൻഡിങ്ങിന് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, എന്താണ് ഈ എഥനോൾ ബ്ലെൻഡിങ്? അത് പറയുന്നതിന് മുൻപേ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. 2010 UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് given below are the names of 4 energy crops. Which of them are cultivated for ethanol? എഥനോളിന് വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ജത്രോഫ, മെയ്സ്, പോങ്കാമിയ ആൻഡ് സൺഫ്ലവർ. ഓക്കെ, സോ ഇതില് എഥനോളുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് അലൈൻ ചെയ്യുന്നത് ഏത് ക്രോപ്പാണോ ആ ക്രോപ്പ് ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് എന്താണ് എഥനോൾ ബ്ലെൻഡിങ്. നോർമൽ എഥനോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ പെട്രോളുകൾ, ഡീസലുകൾ ഉണ്ടല്ലോ, ക്രൂഡ് ഓയിലിൽ നിന്ന് ഡിസ്റ്റിലേഷൻ വഴി പുറത്തെടുക്കുന്ന പെട്രോള്, ഡീസല്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്രോളിന്റെ അളവ് കുറയ്ക്കുകയും അതിനോടൊപ്പം എഥനോൾ എന്ന് പറയുന്ന ബയോഫ്യൂവൽ, എഥനോൾ എന്ന് പറയുന്ന ബയോഫ്യൂവൽ ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് എഥനോൾ? എഥനോൾ എന്ന് പറയുന്നത് ഒരു ബയോഫ്യൂവൽ ആണ്. ഓക്കെ, ബയോഫ്യൂവൽ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അത് എന്തെങ്കിലും ബയോ മെറ്റീരിയൽസ്, വിച്ച് മീൻസ് മൊലാസസ് അല്ലെങ്കിൽ ബയോ വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ബയോ എന്ന് പറയുമ്പോൾ ജൈവികമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിന് പിന്നിലുണ്ട്, ജീവനുള്ള എന്തെങ്കിലും വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അതിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സോ അതൊരു ബയോഫ്യൂവൽ ആണ്. എന്തുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യും? നമ്മളുടെ പെട്രോളും കെമിക്കലുമായിട്ട്, പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ എഥനോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ദ എഥനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഹൗ ദ എഥനോൾ ഈസ് മെയ്ഡ്. നോർമലി ഹൈ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ക്രോപ്പുകളിൽ നിന്നാണ്. സോ ബയോ ആണെന്ന് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനുള്ള വസ്തുക്കളിൽ നിന്നായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹൈ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ഏത് ക്രോപ്പിൽ നിന്നും നമുക്ക് എന്ത് മേക്ക് ചെയ്യാം? എഥനോള് മേക്ക് ചെയ്യാം. ഓക്കെ, സോ എഥനോൾ ഏതെങ്കിലും ഹൈ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ക്രോപ്പുകളിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. മേജർ എഥനോൾ പ്രൊഡക്ഷൻ നടക്കുന്നത് ഷുഗർ കെയിനിൽ നിന്നാണ്. അതായത് ഷുഗർ കെയിൻ, സീ ഹെവി മൊലാസസ്, ഷുഗർ കെയിൻ മൊലാസസുകൾ, അതില് ഹൈ സ്റ്റാർച്ച് കണ്ടന്റ് ആൻഡ് ഷുഗർ കണ്ടെയ്ൻ ആയിട്ടുള്ള ഉപകരണങ്ങളായിരിക്കും അല്ലെങ്കിൽ വസ്തുക്കളായിരിക്കും. ദെൻ എന്താണ് ബ്രോക്കൺ റൈസ്, അതായത് നമ്മളുടെ അരിയിൽ എന്താണ് ഏറ്റവും കൂടുതലുള്ളത്? അന്നജമാണ്. ഓക്കെ, സോ സ്റ്റാർച്ച് കണ്ടന്റ് അതിൽ വളരെ കൂടുതലായിരിക്കും. സോ റൈസ് ബ്രോക്കൺ റൈസ്, എന്തുകൊണ്ടാണ് ബ്രോക്കൺ റൈസ് യൂസ് ചെയ്യുന്നത്? ബ്രോക്കൺ റൈസ് യൂസ് ചെയ്യുന്നത് അതർ റൈസുകൾ ഉണ്ടല്ലോ, നോർമൽ റൈസ് നമുക്ക് കഴിക്കാനായിട്ടുള്ളതല്ലേ. സോ അതിൽ നിന്ന് മാറ്റി വേസ്റ്റ് വരുന്ന ഈ ബ്രോക്കൺ റൈസസ് എന്തിനു യൂസ് ചെയ്യും? ബയോഫ്യൂവൽ ആയിട്ടുള്ള എഥനോള് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ മെയ്സ്, ചോളം, ബീങ് പ്രൊമോട്ടഡ് ഫോർ എ ലോവർ വാട്ടർ റിക്വയർമെന്റ്. ഷുഗർ കെയിനും റൈസിനും ഒരു പ്രശ്നമുണ്ട്. ഹൈ വാട്ടർ റിക്വയർമെന്റുകളുള്ള ഒരു ക്രോപ്പുകളാണ് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈസ് കൾട്ടിവേഷൻ ഇന്റൻസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റൈസും ഷുഗർ കെയിനും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇന്ത്യയുടെ ഒരു പ്രശ്നം തന്നെ അതാണ്. കാരണം ഇന്ത്യ ഒരു വാട്ടർ സ്കേഴ്സിറ്റി കൺട്രിയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഫ്രീ ഇലക്ട്രിസിറ്റി ആണ് കർഷകർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. സോ ഇവർ ഈ ഗ്രൗണ്ട് വാട്ടർ ഈ ഇലക്ട്രിസിറ്റി വെച്ച് അടിച്ചിട്ട് നമ്മളുടെ പാടങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയും റൈസിനും ഷുഗർ കെയിനും കൊടുക്കുകയാണ്. സോ നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതുവഴി കാരണമാകുന്നുണ്ട്. സോ നമ്മൾ എന്ത് തീരുമാനിച്ചു? മെയ്സ് ഒരു ലോ വാട്ടർ റിക്വയർമെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, എന്നാൽ ഹൈ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ മെയ്സും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ ബി, മെയ്സ് ആയിരിക്കും ഇതിന്റെ ഉത്തരം വരിക. ഓക്കെ,
ഓപ്ഷൻ ബി മെയ്സ് ആയിരിക്കും ഇതിന് ഉത്തരം വരിക. ജെത്രോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുടെ APJ അബ്ദുൽ കലാം സാറൊക്കെ പ്രമോട്ട് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയിരുന്നു ജെത്രോഫ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബയോഡീസൽ, ബയോ എഥനോൾ അല്ല, ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സോ ബേസിക് ഫാക്ടുകളിൽ നിന്നല്ല ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബേസ് ക്ലിയർ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന 30 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് സൺഫ്ലവർ സംശയം വരുന്നുണ്ടെങ്കിൽ സൺഫ്ലവറിൽ ഈ എന്തില്ല, നമ്മളുടെ ഹൈ സ്റ്റാർച്ച് കണ്ടന്റുകളില്ല. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഹൈ സ്റ്റാർച്ച് ഹൈ ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടേമുമായിട്ട്, അല്ലെങ്കിൽ എഥനോളിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ലോകത്ത് 1970 മുതലേ ഈ എഥനോൾ ബ്ലെൻഡിങ് നടക്കാറുണ്ട്. എന്തിനാ എഥനോൾ ബ്ലെൻഡിങ് നടത്തുന്നത്? അതായത് ഓയിലിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓയിലിന്റെ അളവ് കുറയ്ക്കുക, ഓയിൽ കമ്പനികൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഓയിലിന്റെ അളവ് കുറച്ചിട്ട്, പെർട്ടിക്കുലർലി പെട്രോളിയം ഓയിലുകളുടെ അളവ് കുറച്ചിട്ട് എഥനോൾ ഓയിൽ അല്ലെങ്കിൽ ബയോഫ്യൂവൽ കൂടിയിട്ട് അതിൽ ആഡ് ചെയ്യുക. സോ അതൊരു പ്രോഫിറ്റ് മേക്കിംഗിന്റെ ഭാഗമായിട്ടായിരുന്നു 1970 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോന്നിരുന്നത്. ദെൻ അതിന് ഒരു എക്കോളജിക്കൽ ആൻഡ് എൻവിറോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ കൂടി മുന്നോട്ട് വന്നു. ഓക്കെ, ഇന്ത്യ എഥനോൾ ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2001 കൂടിയിട്ടാണ്. എന്നാണ് 2001 കൂടിയിട്ടാണ് ഇന്ത്യയിൽ എഥനോൾ ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാ ഇന്ത്യയിൽ എഥനോൾ ബ്ലെൻഡിങ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ 80% ഓയിലും ഇമ്പോർട്ട് ചെയ്യുകയാണ് അല്ലെ. റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അതർ GCC കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യുകയാണ്? നമ്മളുടെ പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്നാണ് നമ്മൾ എക്കണോമിക്സിൽ പെട്രോളിനെ വിളിക്കുക. അതായത് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങടേക്ക് വാങ്ങിക്കുന്ന, വല്ലയിടത്തേക്ക് കൂടി പോകുന്ന ഇൻഫ്ലേഷൻ ആണ്, അതിനെ നമ്മൾ ഇങ്ങടേക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. സോ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ. സോ ഇമ്പോർട്ടിൽ നമ്മൾക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക, അതായത് ഇമ്പോർട്ടിൽ നമ്മൾ കുറയ്ക്കുക. ഓക്കെ, സോ നിങ്ങളിപ്പോൾ പുതിയ ഒരു വണ്ടി വാങ്ങിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിച്ച ഒരാളാണ്, കാറ് വാങ്ങിച്ച ഒരാളാണെങ്കിൽ അവിടെ ആ സ്കൂട്ടറിന്റെ പുറകിലൊക്കെ ആയിട്ട് പെട്രോൾ അടിക്കുന്നതിന്റെ സ്ഥലത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ചെറിയൊരു സ്റ്റിക്കർ, ഒരു നീല കളറിലെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഒരു സ്റ്റിക്കറോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ E20 എന്ന് എഴുതിയിട്ടുണ്ടാവും. E20. പുതിയ സ്കൂട്ടറൊക്കെ വാങ്ങിച്ച ആളുകളാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം E20. എന്താണ് ആ E20 എന്ന് എഴുതിയിരിക്കുന്നത്? ഞാൻ ലോൺ എടുത്ത് EMI 20,000 രൂപ അടയ്ക്കാനുണ്ടെന്നാണോ അതിൽ എഴുതിയിരിക്കുന്നത്? അല്ല, എഥനോൾ ബ്ലെൻഡഡ് 20% എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആണ് ഇതിൽ നമ്മൾ അടിക്കേണ്ടത് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് 20,000 രൂപ കൂടി EMI അടയ്ക്കാനുണ്ട് എന്നുള്ളതല്ല അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, സോ E20 എന്ന് പറഞ്ഞാൽ എന്താണ്? എഥനോൾ ബ്ലെൻഡഡ് 20%. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിൽ 200 മില്ലി ലിറ്റർ എന്തായിരിക്കണം? നമ്മളുടെ എഥനോൾ ആയിരിക്കണം. 20% എഥനോൾ ആയിരിക്കണം. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു വിഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ഒരു പാത്തിലാണ്. 2001 ഇന്ത്യ ഇത് ആരംഭിച്ചത്. ഓക്കെ, 2001 ചില പെർട്ടിക്കുലർ സംസ്ഥാനങ്ങളിൽ മാത്രം 5% എഥനോൾ ബ്ലെൻഡിങ് ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 5% ഒരാള് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര? 50 മില്ലി ലിറ്റർ എന്ത് വേണം? നമ്മളുടെ എഥനോൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന പെട്രോൾ ആയിരിക്കണം, അല്ലെങ്കിൽ എഥനോൾ ആയിരിക്കണം ചേർക്കേണ്ടത്. ദെൻ 2003 കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ 5% എന്ന് പറയുന്ന ഒരു റൂള്, ഈ 5% എന്ന് പറയുന്ന ഒരു റൂള് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ദെൻ 2010-2011 കാലഘട്ടങ്ങളിലായപ്പോൾ നമ്മളത് 10%ലേക്ക് നമ്മൾ ഉയർത്തണം എന്ന് ശക്തമായിട്ട് വാദിച്ചു. 2014 കൂടിയിട്ട് നമ്മൾ 10%ലേക്ക് നമ്മൾ ഉയർത്താനായിട്ട് സാധിച്ചു. ദെൻ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2022-25 കാലഘട്ടങ്ങളിൽ നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്തു. ആ പോളിസിയിൽ പറയുന്നത് 2030-ക്കുള്ളിൽ, അതായത് 2030-നുള്ളിൽ നമ്മൾ ഇന്ത്യയിൽ മൊത്തം 20% എഥനോൾ ബ്ലെൻഡിങ്, 20% എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആയിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. ഓക്കെ,
സോ നമ്മൾ എന്ത് തീരുമാനിച്ചു? 20% എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആയിരിക്കണം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അതിനൊരു ലിമിറ്റേഷൻ വെച്ചു 2030. എഥനോൾ ബ്ലെൻഡ് 20% ബൈ 2030. പക്ഷേ നമ്മൾ അത് 2025-26 കാലഘട്ടങ്ങൾ, അതായത് ഈ വർഷം നമ്മൾ ഈ 20% ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ, ദെൻ സോ ഈ 20% ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇനി എത്രയാണ്? 30%. അതായത് 27% എഥനോൾ ബ്ലെൻഡ് ചെയ്യണം 2027 ആവുമ്പോഴേക്കും. ദെൻ 30 ആവുമ്പോഴേക്കും ഒരു 30%ലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെ വിഷൻ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ രണ്ടാമത്തെ കാര്യം, എക്കോളജിക്കലി 20% കാർബൺസ് എമിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അടക്കമുള്ള കാര്യങ്ങൾ എമിറ്റ് ചെയ്യുന്നത്. സോ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പോസിറ്റീവ് സൈഡിൽ വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പ്രശ്നമാണ്. അതായത് നമ്മളുടെ വെഹിക്കിളുകൾ ഈ എഥനോൾ 20 പെട്രോളുകൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ E20 പെട്രോളുകൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് ക്യാപ്പബിൾ ആണോ ഇല്ലയോ? സോ നോർമൽ സ്റ്റഡീസ് പറയുന്നത് ഈ 5% അല്ലെങ്കിൽ 5% എഥനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ മാത്രമേ നമ്മളുടെ എക്സിസ്റ്റിംഗ് വെഹിക്കിളുകൾ പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി, എനർജി എഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ബാധിക്കും. 6% മൈലേജ് ലോസ് എന്തുവഴി ഉണ്ടാവും? എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നത് വഴി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ E20, അതായത് പുതിയ പെട്രോൾ വണ്ടികൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടികൾ E20 കാപ്പബിലിറ്റിയിലായിരിക്കണം പുറത്തിറക്കേണ്ടത് എന്നൊരു മാർഗനിർദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ വണ്ടികളും E20 കാപ്പബിലിറ്റിയിലാണോ പുറത്തിറക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളുടെ വെഹിക്കിൾ കോമ്പാറ്റബിലിറ്റി റിലേറ്റഡ് ടു കൺസ്യൂമേഴ്സ് സൈഡിലെ വെഹിക്കിൾ കോമ്പാറ്റബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഫുഡ് സെക്യൂരിറ്റി ചലഞ്ചസ്. അതായത് ഫുഡ് സെക്യൂരിറ്റി ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ മെയ്സും ഷുഗർ കെയിനും റൈസും നമ്മൾ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫുഡിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഫാർമേഴ്സിന് ഈ ഭക്ഷണം കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇങ്ങനെയുള്ള എനർജി ബയോഫ്യൂവൽസ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഈ അരിയാഹാരം മറിച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു കർഷകൻ എങ്ങനെയാ പൈസ കിട്ടുന്നത്? ഫുഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മണ്ടികളിൽ കൊണ്ടുപോയി, മാർക്കറ്റുകളിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്ത് അത് സാധാരണക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആർക്ക് പൈസ കിട്ടുക? കർഷകന് പൈസ കിട്ടുക. സോ ലോജിസ്റ്റിക്സ് അവിടെ വേണം, ദെൻ മാർക്കറ്റ് സിസ്റ്റം അവിടെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഈ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നത് വലിയ കോർപ്പറേറ്റ് കുത്തകകളാണല്ലോ. അവര് ഫാർമർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വന്നിട്ട് ഈ മൊളാസസുകളും മെയ്സും ബ്രോക്കൺ റൈസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകും. സോ ഫാർമേഴ്സിന് ഈ ലോജിസ്റ്റിക്സിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ അവർക്ക് പൈസ കിട്ടുകയാണ്. സോ ഫാർമേഴ്സ് ചിന്തിക്കുന്നത്, ഞങ്ങൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് പകരം ഞങ്ങൾ ഫ്യൂവൽ ഉണ്ടാക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതല്ലേ ലാഭം. സോ അങ്ങനെ ഒരു ഫീഡ് സ്റ്റോക്ക് ചലഞ്ച്, ഫീഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക്, അങ്ങനെയുള്ള ഒരു ചലഞ്ചസ് വരുന്നുണ്ട്. ഇറ്റ് ലേറ്റർ ലീഡ് ടു എന്താണ്? ഫുഡ് സെക്യൂരിറ്റി. സോ ഫുഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ എഥനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എഥനോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ എക്കോണമിക് ഇമ്പാക്ട്, ഡെഫിനറ്റ്ലി ഇതൊരു എക്കോണമിക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി എന്താണ് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ, അതായത് സൊല്യൂഷൻസ് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്? എനർജി സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഫുഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എഥനോൾ സെക്യൂരിറ്റി നമ്മൾ, എനർജി സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം, ഫുഡ് സെക്യൂരിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. സോ ഇത് തമ്മിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ എക്കോണമിക് ബാലൻസും ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ കൂട്ടാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സോ എഥനോൾ ബ്ലെൻഡിങ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എഥനോൾ ബ്ലെൻഡിങ് എന്താണ്, എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പാത്ത്. ഇപ്പൊ ബ്രസീലിനെയൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രസീൽ ഒരു 50 to 80% എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന കൺട്രിയാണ്. USA ആണെങ്കിൽ ഒരു 20-25% എഥനോൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന കൺട്രിയാണ്. സോ നമുക്ക് 100% എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഓടിക്കാനായിട്ട് പറ്റും.
ഭാവിയിൽ അങ്ങനെ പറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളുടെ ഫുൾ പെട്രോളിയം പ്രൊഡക്ട്സുകൾ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്തുള്ള ഒരു ആർട്ടിക്കിളാണ്. എ കോർട്ട് റൂളിംഗ് വിത്ത് നോ റൂം ഫോർ ജെൻഡർ ജസ്റ്റിസ്. ജെൻഡർ ജസ്റ്റിസിന് ഇടമില്ലാത്ത ഒരു കോർട്ട് റൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഒരു കേസ് ലോവിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് നമ്മളുടെ ഓതർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ദെൻ അതിനുശേഷം നമുക്ക് ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു കേസ് ലോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് പോകാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് വുമൺ സേഫ്റ്റി അല്ലെങ്കിൽ വുമൺസിനെ കുറിച്ചിട്ടുള്ള ലോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 498 IPC. അതായത് ഡൊമസ്റ്റിക് വയലൻസ് തടയുന്നതിന് വേണ്ടിയിട്ടും ഭർത്താവിന്റെ പീഡനങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള IPCയിലെ ഇന്ത്യൻ പീനിയൽ കോഡിലെ ഒരു സെക്ഷനാണ് സെക്ഷൻ 498A. സോ ഇങ്ങനെ 498A എന്ന് പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉടനെ മനസ്സിലേക്ക് വരണം, ഇത് പിന്നീട് ഒരു സമയത്ത് ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന ഒരു സബ് ക്ലോസ് ഇതിൽ ആഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 498 കഴിഞ്ഞാൽ ദെൻ 499 ആണ് വരുന്നത്. സോ അതിനിടയിൽ നമ്മളൊരു പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 498A എന്ന് പറയുന്ന ഒരു സബ് ക്ലോസ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ സെക്ഷൻ 498 പെർട്ടിക്കുലർലി പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസിന് വേണ്ടിയിട്ട് ഒരു അപ് ടു 3 ഇയേഴ്സ് മുതലുള്ള ഇംപ്രിസൺമെന്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 498. ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വന്നപ്പോൾ അത് സെക്ഷൻ 85 86 ആയിട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ നിയമങ്ങളാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളത്? ഒന്ന്, ഡവറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം 1961. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് നോർമലി അറിയപ്പെടുന്ന 2005 ഡൊമസ്റ്റിക് വയലൻസ് നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം. ദെൻ ഹിന്ദു മാരേജ് ആക്ടിലെ ചില പ്രൊവിഷൻസ്, ഡൈവോഴ്സ് നേടാനായിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ പ്രതിപാദിക്കുന്ന ഹിന്ദു മാരേജ് ആക്ടിലെ ചില നിയമങ്ങൾ. ഓക്കെ, ദെൻ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1890, ഇത് പഴയ ഒരു ആക്ട് ആണ്. ഇത് പെർട്ടിക്കുലർലി ഹിന്ദു മാരേജ് ആക്ട് വന്നപ്പോൾ അതിൽ ലയിച്ചു പോകുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇതിൽ പറയുന്നത് കസ്റ്റഡി, അതായത് വേർപിരിക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും കുട്ടിയുടെ കസ്റ്റഡി ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്പ്യൂട്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്ന സെക്ഷനാണ് അല്ലെങ്കിൽ ലോ ആണ് നമ്മുടെ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ശിവാംഗി ബൻസാൽ വെസസ് ഷഹീബ് ബൻസാൽ എന്ന് പറഞ്ഞ് ഒരു കേസ് നടക്കുകയാണ്. ഇതൊരു കുടുംബ കോടതിയിൽ വന്ന ഒരു യുവ IPS ഉദ്യോഗസ്ഥയുടെ കേസാണ്. ഓക്കെ, യുവ IPS ഉദ്യോഗസ്ഥയുടെ കേസാണ്. ഇവർ രണ്ടുപേരും 2014-15 കാലഘട്ടങ്ങളിൽ കല്യാണം കഴിക്കുന്നു. 2018 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് പിരിയാനായിട്ട് തീരുമാനിക്കും. സോ ശിവാംഗി ബൻസൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളിക്ക് നിയമം അറിയാവുന്നത് കൊണ്ടും IPS ഓഫീസർ ആയിരുന്നതുകൊണ്ടും ഷഹീബ് ബൻസലിനെതിരെ എന്ത് കേസ്, ഷഹീബ് ബൻസലിനും അദ്ദേഹത്തിന്റെ പാരന്റ്സിനും വീട്ടുകാർക്കുമെതിരെ തുടരെ FIRകൾ ഫയൽ ചെയ്തു. സെക്ഷൻ 498 പ്രകാരം 498A പ്രകാരമുള്ള കേസുകൾ FIRകൾ ഫയൽ ചെയ്തു. ഇത് പ്രകാരം ഈ ഷഹീബ് ബൻസലും അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു 100 ദിവസത്തോളം കോടതിയിൽ 100 ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. ദെൻ തിരിച്ച് ഈ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. ദെൻ ഇത് കെട്ടിച്ചമച്ച കേസുകളാണെന്നും ഇങ്ങനെ ഒരു കേസുകളില്ല എന്നും തെളിഞ്ഞതോട് കൂടിയിട്ട് പബ്ലിക് അപ്പോളജി നടത്താനായിട്ട് ശിവാംഗി ബൻസലിനോട് കോടതി ആവശ്യപ്പെട്ടു. എന്താണ് പറഞ്ഞത് ശിവാംഗി ബൻസലിനോട്? അതായത് എല്ലാ പത്രങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് അപ്പോളജി ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾ നടത്തണം. ദെൻ അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കണം. കാരണം ഷഹീൽ ബൻസൽ എന്ന് പറയുന്ന ഒരാളുടെ ഡിഫമേഷൻ, ഫെയിമിനെ ഡിഫൈൻ ചെയ്തു. ദെൻ അദ്ദേഹം ഒരു കുറ്റക്കാരനായിട്ട്, സോ ഇല്ലീഗൽ ആയിട്ടുള്ള കേസുകളാണ് ഇദ്ദേഹം ഫയൽ ചെയ്തത്. സോ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തില് ഫോർജ്ഡ് ആയിട്ടുള്ള 498A കേസുകൾ ഇന്ത്യയിൽ കൂടുന്നത് പ്രമാണിച്ചിട്ടുള്ള ഒരു സജഷൻ കൂടിയിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. ഓക്കെ,
സെക്ഷൻ 498 പ്രകാരം 498A പ്രകാരമുള്ള കേസുകൾ, കള്ള കേസുകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രവണതയായിട്ട് വരുന്നുണ്ട് എന്നൊരു സജഷൻ ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. സോ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ നോക്കി, ഇങ്ങനെ കള്ള കേസുകൾ കൂടുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോ സുപ്രധാനമായിട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഗൈഡ് ലൈൻസ്, 2022 ഗൈഡ് ലൈൻസ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അലഹബാദ് ഹൈക്കോടതിയിൽ 2002 ഒരു കേസ് നടക്കുന്നുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി സെക്ഷൻ 498A പ്രമാണിച്ച് ചില ഗൈഡ് ലൈൻസുകൾ പുറപ്പെടുവിച്ചു. ഓക്കെ, സോ ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നോർമലി ചോദ്യം ചെയ്യും, അറസ്റ്റ് രേഖപ്പെടുത്തും, റിമാൻഡിലേക്ക് വിടും. പക്ഷേ 498A ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഈ മനഃപൂർവ്വമുള്ള നരഹത്യ അല്ലെങ്കിൽ വധശ്രമം എന്ന് പറയുന്ന ഒരു വകുപ്പില്ലെങ്കിൽ, 307 എന്ന് പറയുന്ന IPCയിലെ 307 എന്ന് പറയുന്ന വകുപ്പ് ഇല്ല എങ്കിൽ, ഓക്കെ, നരഹത്യക്കും അല്ലെങ്കിൽ ഇന്റൻസീവ് ഹാം ക്രിയേറ്റ് ചെയ്യാത്ത കേസുകളാണെങ്കിൽ 2 മാസത്തേക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, 2 മാസത്തേക്ക് അറസ്റ്റോ കൊറീസീവ് ആക്ഷൻസോ ചെയ്യാനായിട്ട് പാടില്ല. സോ ദർ ക്രിയേറ്റ്സ് എ മാൻഡേറ്ററി കൂളിംഗ് ഓഫ് പീരീഡ്. ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ക്രിയേറ്റ് ചെയ്തു. ആർക്ക്? ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാർഹിക പീഡനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വധശ്രമത്തിനുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മൈനർ പ്രോബ്ലംസ് ആണ്, മൈനർ പ്രശ്നങ്ങളെ അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോർട്ട് ആക്ഷനിലേക്കോ അല്ലെങ്കിൽ പോലീസ് ആക്ഷനിലേക്കോ പോകേണ്ട കാര്യമില്ല, അറസ്റ്റിലേക്കും കൊറീസീവ് ആക്ഷനിലേക്കും പോകേണ്ട കാര്യമില്ല. പകരം 2 മാസത്തെ കൂൾ ഓഫ് പീരീഡില് അവർക്ക് കൊടുത്തു, 2 പേർക്കും. ദെൻ ഈ സമയത്ത് ഫാമിലി വെൽഫെയർ കമ്മിറ്റി, അതായത് കോർട്ട് ഡയറക്ട്ലി മീഡിയേറ്റ് ചെയ്യുന്നതിന് പകരം ഫാമിലി വെൽഫെയർ കമ്മിറ്റികൾ എൻക്വയറി ചെയ്യാനും റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുമുള്ള ഒരു സാധ്യത അവിടെ തുറന്നു വെച്ചു. സോ 2 മാസം കൂൾ ഓഫ് പീരീഡ്, പിന്നെ ഫാമിലി വെൽഫെയർ കമ്മിറ്റി, ഇവർ രണ്ടുപേരും ഫാമിലി വെൽഫെയർ കമ്മിറ്റിയുടെ അടുത്തേക്ക് പോവുകയും ഇവർക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ദെൻ അതുമായി ബന്ധപ്പെട്ട് ഫാമിലി വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു സജഷൻസ് വരികയും ചെയ്യും. ഓക്കെ, സോ ഫാമിലി വെൽഫെയർ കമ്മിറ്റി ആയിരിക്കും നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യണോ, പ്രോസിക്യൂഷൻ ചെയ്യണോ, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഫാമിലി വെൽഫെയർ കമ്മിറ്റീസ് ആയിരിക്കും. സോ ഈ കൂൾ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? അത് ഒരു മെയിൽ ഷോവനിസ്റ്റ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവര് അല്ലെങ്കിൽ മെയിൽസ്, ആണുങ്ങൾ എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്? ഇതിനെ മുതലാക്കാനായിട്ടുള്ള സാധ്യതയില്ലേ? മുതലെടുക്കാനായിട്ടുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഈ കേസിൽ വന്നപ്പോ, നമ്മളുടെ ഷിവാംഗി ബൻസൽ കേസിൽ വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? സുപ്രീം കോടതിയും ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ അല്ലെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഗൈഡ് ലൈൻസിനെ അംഗീകരിച്ചു. അതായത് 2 months കൂളിംഗ് ഓഫ് പീരീഡ് കൊടുക്കാം. ദെൻ ഫാമിലി വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഇവർ പോട്ടെ. അവര് ഫാമിലി വെൽഫെയർ കമ്മിറ്റിയിലുള്ള ആളുകൾ, ഒരു ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും ആ കമ്മിറ്റി ഉണ്ടാവുക. ആ കമ്മിറ്റിയുടെ ആളുകൾ എന്ത് ചെയ്യും? അവര് പ്രോസിക്യൂഷൻ വേണോ അല്ലെങ്കിൽ വേറെ എന്ത് കൗൺസിലിംഗ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് തീരുമാനിക്കും. സോ കോർട്ട് നോക്കുന്നത് എന്താണ്? കോർട്ട് നോക്കുന്നത് പെൻഡൻസി ഓഫ് കേസസുകൾ കുറയ്ക്കുക. ഓക്കെ, പെൻഡൻസി ഓഫ് കേസുകളുടെ എണ്ണം കുറയ്ക്കുക. പക്ഷേ കോർട്ട് അവിടെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കോർട്ട് അവിടെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സോ ആ ഒരു വ്യൂവിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ആർട്ടിക്കിൾ. സോ ഹിസ്റ്ററി മനസ്സിലായല്ലോ. ഹിസ്റ്ററി ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈ ഹിസ്റ്ററി ഒന്നും മനസ്സിലാവില്ല. സോ അതാണ് ഞാൻ ഈ കഥയുടെ ആദ്യ ഭാഗം മുതൽ മൊത്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞത്. സോ ഷീസ് ആൻ IPS ഓഫീസർ. സോ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. കോർട്ടുകളുടെ പെൻഡൻസി കൂടുന്നുണ്ടോ? ഈ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർജ്ഡ് ആയിട്ടുള്ള 498A കേസുകൾ കൂടുന്നുണ്ടോ? പല കോർട്ടുകളും പറയുന്നുണ്ട് ഇങ്ങനെ കേസുകൾ കൂടുന്നുണ്ട്. അതായത് കല്യാണം കഴിക്കുകയും കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ അലിജ്ഡ് ആയിട്ടുള്ള പരാതികൾ ഭർത്താവിനെതിരെ ഭാര്യ കൊടുക്കുകയും ചെയ്യുന്നു. ഡൊമസ്റ്റിക് വയലൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞ് ഭാര്യ കൊടുക്കുന്ന പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു റൂൾ ആയിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല.
മനസ്സിലായോ? എക്സാമ്പിൾ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ ഇത് ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം ഇത് പ്രാവർത്തികമാക്കണം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും എല്ലാ കേസുകളും കള്ളപ്പരാതികളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, സോ ഇതിന് ഇതിനെ പ്രോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ഇതിനെ സംസാരിക്കുന്നവർ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസിന്റെ കണക്കാണ്. അതായത് 498A വരുന്ന കേസുകളിൽ 18% മാത്രമാണ് കൺവിക്ഷൻ റേറ്റ് വരുന്നത്. അതായത് വിധി പ്രസ്താവിച്ചിട്ട് പുരുഷൻ കുറ്റക്കാരനാണ് എന്ന് തീരുമാനിക്കുന്നത് 18% കേസുകളിൽ മാത്രമാണ്. ബാക്കി എത്രയാണ്? 82% കേസുകളിലും എന്താണ്? കുറ്റക്കാരനല്ല, പുരുഷൻ കുറ്റക്കാരനല്ല എന്നാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. സോ ഫോൾസ് അലീജിയൻസ് അല്ലെങ്കിൽ ഫോൾസ് തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഉള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കേസുകൾ ഇവിടെ കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസിന്റെ കണക്ക് പറയുന്നത്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2022 കണക്കുകൾ പ്രകാരം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസിന്റെ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? ഡൊമസ്റ്റിക് വയലൻസിന്റെ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഇങ്ങനെ ഒരു മെയിൻ പെർസ്പെക്റ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയണം? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസിന്റെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ചിട്ട് പറയണം. ദെൻ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസിന്റെ എന്ത് വുമൻസ് ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കണം. ദെൻ മൂന്നാമത്തെ കാര്യം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം അൺറെക്കോർഡഡ് ആയിട്ട് വരുന്ന, അതായത് ഒന്ന് കേസ് കൂടുന്നുണ്ട്, ദെൻ അൺറെക്കോർഡഡ് ആയിട്ട് വരുന്ന എന്ത് ഡൊമസ്റ്റിക് വയലൻസുകൾ, അതായത് കേസിന് കോടതിയിലേക്ക് പോകാത്ത ഡൊമസ്റ്റിക് വയലൻസുകളുടെ എണ്ണം ഇന്ത്യയിൽ വളരെയധികം കൂടുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ വുമൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് വനിതാ സംഘടന, എന്താണ് പറയുന്നത്, വുമൻസ് കമ്മീഷൻ, കമ്മീഷന് നമ്മളുടെ COVID-19 സമയത്ത് ഒരു സ്ത്രീ വനിതാ കമ്മീഷനെ നേരിട്ട് വിളിക്കുകയാണ്. അതായത് മാതൃഭൂമിയിലോ മനോരമയിലോ നടത്തിയിരുന്ന എന്തോ കോൾ ദ വനിതാ കമ്മീഷൻ, അങ്ങനെ എന്തോ ഒരു പരിപാടിയില്ല, നമ്മളുടെ ഒരു സ്ത്രീ വനിതാ കമ്മീഷനെ ഡയറക്റ്റ് വിളിച്ചിട്ട് പരാതി കൊടുക്കുകയാണ്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് ഈ സ്ത്രീ നേരിട്ട് വനിതാ കമ്മീഷനെ വിളിച്ചിട്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വിളിച്ചുകൊണ്ട് പരാതി കൊടുക്കുന്ന സമയത്ത് ആ അധ്യക്ഷ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് നേരത്തെ കൊടുക്കാത്തതെന്നോ, മുന്നേ എന്താണ് പരാതി പറയാത്തത്, ഇത് വീട്ടിലിരുന്നോ എന്നെന്തോ ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ച് സംസാരിക്കുകയുണ്ടായി. സോ ഒരു മെയിൽ ഷോവനിസ്റ്റ് സമൂഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. സോ ആ കുട്ടി പേടിച്ചിട്ടായിരിക്കും വനിതാ കമ്മീഷനെ ഇപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടാകുക. സോ അൺസപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മളുടെ സിസ്റ്റം അവരോട് പെരുമാറിയത്. സോ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ അന്ന് ഹൈലി ക്രിറ്റിസൈസ് ചെയ്ത ഒരു സന്ദർഭമായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫോൾസ് അലീജിയൻസ് കേസസുകൾ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനിരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടിയെങ്കിലും നമ്മളുടെ എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഡൊമസ്റ്റിക് വയലൻസുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ചല്ലോ, നമ്മളുടെ ബഹ്റിനിൽ വെച്ചിട്ട് എന്തോ ആണ് ആ പെൺകുട്ടി മരിക്കുന്നത്. അതായത് കള്ളു കുടിച്ച് വന്നിട്ട് ആ ഭർത്താവ് അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, കസേരയൊക്കെ എടുത്ത് അടിക്കുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ നോർമലി ഉണ്ടാകുന്ന സംഭവമാണ് ഇങ്ങനെയെന്നുള്ളത്. സോ അദ്ദേഹത്തിന്റെയൊക്കെ ഒരു മാനസിക അവസ്ഥ തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരു ബ്ലാങ്കറ്റ് റൂൾ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് റൂൾ ഇന്ത്യ മൊത്തം നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സോഷ്യൽ ജസ്റ്റിസിനെ, ജെൻഡർ ജസ്റ്റിസിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷനാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. സോ അലഹബാദ് ഹൈക്കോടതിന്റെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ എന്താണ് ശിവാംഗി ബൻസൽ വെസസ് ഷഹീബ് ബൻസൽ കേസ് എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ശിവാംഗി ബൻസൽ കേസ് 2025 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. അതിനെതിരെ കൂടുതലായിട്ട് ക്രിറ്റിസിസുകൾ വരുന്നുണ്ട്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, മെയിൻസ് പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്തൂപാസിനെ കുറിച്ചിട്ടാണ്. അതായത് പിപ്രവ സ്തൂപ എന്ന് പറയുന്ന ഒരു സ്തൂപാസിലെ റെലിക്സ് 1898 കണ്ടെത്തിയ റിലിക്സ് ആണ്. ഇത് ഇപ്പോ ഇന്ത്യയുടെ കൈവശമില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്ഷൻ നടക്കുകയാണ്. ആ ഒരു റിലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്തൂപയുടെ അകത്തുണ്ടാകുന്ന എന്തെങ്കിലും സാക്രഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെയാണ്.
അത് ചിലപ്പോൾ ബുദ്ധന്റെ പെർട്ടിക്കുലർ ഉപയോഗിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോൺസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, നശിച്ചു പോകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിനെയാണ് ഈ റെലിക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിപ്രവ എന്ന് പറയുന്ന എന്താണ് സ്തൂപയിൽ നിന്നുള്ള റെലിക്സ് നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ദെൻ അത് 1898 കണ്ടുപിടിക്കുകയും ദെൻ അത് കൊൽക്കത്തയിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിലായിരുന്നു. അത് ദെൻ ഹോങ്കോങ്ങിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. സോ ഇപ്പോ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ അവിടെ എന്ത് ചെയ്യുകയാണ്, ഇത് ഓപ്ഷന് വെക്കുകയാണ്. സോ ഇന്ത്യ ആ ഓപ്ഷനെ തടഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ പൈതൃകത്തിൽ പെടുന്ന ഒരു സാധനമാണ് അവിടെ ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് കൊണ്ട് നമ്മൾ അതിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഡിപ്ലോമസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ എന്താണ് സ്തൂപാസ്, സ്തൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യണം. സോ ഇന്ത്യയിലെ മൗര്യൻ പീരീഡ് കാലഘട്ടങ്ങളിൽ എന്താണ് ഒരു പ്രൊമിനൻസ് നേടിയ, ഐ റിപ്പീറ്റ്, പ്രൊമിനൻസ് നേടിയ ഒരു ആർക്കിടെക്ചർ ഫോമാണ് സ്തൂപാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്തൂപങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? സ്തൂപങ്ങൾ നമ്മളുടെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ബുദ്ധന്റെ ഓർമ്മ നിലനിർത്തുന്നതിന്, ബുദ്ധന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ, പെർട്ടിക്കുലർലി നമ്മളുടെ മുടിയുടെ ഭാഗം, അല്ലെങ്കിൽ എല്ല്, ബോൺസിന്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ബുദ്ധനുമായി ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗിച്ചിരുന്ന റെലിക്സുകൾ, പെർട്ടിക്കുലർലി സാക്രഡ് തിങ്സ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു സാക്രഡ് സ്ഥലമായിരുന്നു സ്തൂപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബുദ്ധന്റെ ഒരു കമമറേറ്റീവ് ഫോമാണ്, അല്ലെങ്കിൽ ബുദ്ധന്റെ ഒരു ഓർമ്മ നിലനിർത്തുന്നതിനുള്ള ഉപകരണമാണ് ഈ സ്തൂപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ആദ്യമായിട്ട് സ്തൂപാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബുദ്ധന്മാരാണോ? അല്ല, ബുദ്ധിസം ഒന്നുമല്ല, മൗര്യൻ പീരീഡിലൊന്നുമല്ല. നമ്മളുടെ വേദകാലഘട്ടം മുതലേ സ്തൂപാസിനെ കുറിച്ചിട്ട് ഒരു മെൻഷൻ ഉണ്ട്. ഋഗ്വേദയിലാണെങ്കിലും അഥർവ വേദയിലാണെങ്കിലും സ്തൂപാസ് എന്ന് പറഞ്ഞ ഒരു മെൻഷൻ ഉണ്ട്. ഇത് 2023 പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്. സ്തൂപാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്, സ്തൂപാസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൗര്യ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അശോകനാണ്. ദെൻ സ്തൂപാസ് കമമറേറ്റീവ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദെൻ സ്തൂപാസ് എന്ന് പറയുന്നത് റെലിക്സുകൾ സൂക്ഷിക്കാനായിട്ടുള്ള സ്ഥലമാണ്. സോ അതിൽ ഓപ്ഷൻ 1 തെറ്റാണ്. ബുദ്ധിസവുമല്ല അശോകനുമല്ല സ്തൂപ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പ്രീ അശോകൻ പീരീഡിലും സ്തൂപാസ് ഉണ്ടായിരുന്നു. പക്ഷെ അശോകന്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഒരു പ്രൊമിനൻസ് നേടുന്നത്. സ്തൂപ നോക്കി, ഇതാണ് സ്തൂപയുടെ ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഒരു സ്തൂപയുടെ ഒരു പ്ലാൻ, ഒരു 3D 2D പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് ഈ അണ്ട എന്ന് പറയുന്ന പാട്ടാണ്. ഓക്കെ, സോ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് ഏതാണ്? അണ്ട എന്ന് പറയുന്ന എലവേറ്റഡ് ഡോം ലൈക്ക്, ഇൻവേർട്ടഡ് ഡോം ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ അണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടയുടെ മുകളിൽ, അണ്ട എന്ന് പറയുന്നത് ഈ അണ്ടയുടെ അകത്തായിരിക്കും ഒരു സാക്രഡ് ഷ്രൈൻ, അതിന്റെ ഉള്ളിലായിരിക്കും ഈ റെലിക്സുകൾ ഉണ്ടാക്കി വെക്കുക. ഇതിന്റെ അകത്തേക്കൊന്നും ആർക്കും കയറാനായിട്ട് പറ്റില്ല, ഇതിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊള്ളണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ദെൻ ഇതിന് ചുറ്റും, ഈ അണ്ടയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കാനായിട്ട് എന്തുണ്ട്? പ്രദക്ഷിണ പാതകളുണ്ട്. എങ്ങനെയാണ് പ്രദക്ഷിണ പാതകൾ? നോർമലി 2 പ്രദക്ഷിണ പാതകളുണ്ട്, അപ്പർ പ്രദക്ഷിണ പാത ആൻഡ് ലോവർ പ്രദക്ഷിണ പാത. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറിയിട്ട്, എല്ലാ സ്തൂപകളിലും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്തൂപയുടെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മുകളിലോട്ട് കയറിയിട്ട് ഈ മുകളില് അപ്പർ പ്രദക്ഷിണ പാതയിലൂടെ നിങ്ങൾക്ക് വലയം ചെയ്യാം. ദെൻ താഴെ, നോർമൽ താഴെ നിങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ അണ്ടയുടെ മുകളിൽ ഹാർമിക എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അണ്ടയുടെ മുകളിൽ ഹാർമിക, എ സ്ക്വയർ റെയിലിംഗ് അറ്റോപ്പ് ദ ഡോം. ഡോമിന് മുകളിലുള്ള ഒരു സ്ക്വയർ റെയിലിംഗ്സ് ആണ്. സിംബലൈസിങ് സാക്രഡ് എൻക്ലോഷർ ആൻഡ് ദ അഡോബ് ഓഫ് ഗോഡ്. ഒരു ദൈവ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു സാക്രഡ് ഷ്രൈനിനെയാണ് ഈ ഹാർമിക എന്ന് പറയുന്നത്. ഹാർമികയ്ക്ക് മുകളിൽ എന്തുണ്ട്? ഹാർമികയ്ക്ക് മുകളിൽ യഷ്ടി, അതായത് ഹർമികയ്ക്ക് മുകളിൽ ഇവിടെ ഇങ്ങനെ നമ്മളുടെ ഈ ആന്റീന പോലെ ഒരു സാധനം നിൽക്കുന്നുണ്ടോ? നമ്മളുടെ പഴയ ആന്റീന പോലെ ഒരു കോല് പോലെ ഒരു സാധനം, അതിനെയാണ് യഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ആക്സിയൽ ആക്സിസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനത്തെയാണ് യഷ്ടി എന്ന് പറയുന്നത്. യഷ്ടിയിൽ
മൂന്ന് സാധനങ്ങൾ, മൂന്ന് വലയങ്ങൾ, ആന്റിനയുടെ മറ്റേ കൈകൾ പോലെ മൂന്ന് വലയങ്ങൾ പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ അതിനെയാണ് ഛത്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ അണ്ട എന്ന് പറയുന്ന സ്ഥലം സാക്രഡ് ഷ്രൈൻ ആണ്, അതിന്റെ ഉള്ളിലാണ് നമ്മൾ റിലിക്സുകൾ സൂക്ഷിച്ചു വെക്കുക. അതിന്റെ മുകളിൽ ഹർമിക എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, അതിന്റെ മുകളിൽ യഷ്ടി എന്ന് പറയുന്ന സാധനവും, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് മൂന്ന് വലയങ്ങൾ അതിനെ ഛത്രി എന്ന് പറയുന്നു. ദെൻ പ്രദക്ഷിണപാത എന്താണെന്ന് മനസ്സിലായി. ദെൻ എന്താണ് മേധി? മേധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അണ്ടയെ കവർ ചെയ്യുന്ന കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള മതിലിനെയാണ് മേധി എന്ന് പറയുന്നത്. അതായത് ഉള്ളിലുള്ള ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ, ഒരു എലവേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഈ മേധി എന്ന് പറയുന്നത്. സോ ഈ മേധിക്ക് ചുറ്റുമാണ് ആക്ച്വലി നമ്മളുടെ പ്രദക്ഷിണപാത വരുന്നത്. ഓക്കെ, പ്രദക്ഷിണപാതനെ കവർ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് മേധി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും ടോപ്പിൽ ഏറ്റവും അവസാനത്തെ ലെയർ എന്താണ്? ഏറ്റവും അവസാനത്തെ ലെയർ നമ്മളുടെ വേലി അല്ലെങ്കിൽ മതിൽ കെട്ടുന്നത് പോലെ ഇവിടെ വേദിക. സോ ഇറ്റ് പ്രൊട്ടക്ട് നമ്മളുടെ എന്തിനെ, നമ്മളുടെ സ്തൂപയെ പ്രൊട്ടക്ട് ചെയ്യുന്ന വേദികകൾ പണിയാണ്. ഓക്കെ, ദെൻ ദർ ഈസ് 4 എൻട്രൻസ്, 4 ഭാഗത്തു നിന്നും എൻട്രൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനെന്താ പറയുന്നത്? തോരണ എന്നാ പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും പുറത്ത് എന്താണ്? തോരണ, എൻട്രൻസിന്റെ തോരണ. അതിനെ ചുറ്റിപ്പറ്റി എന്താണ്? വേദിക. നോർമൽ നമ്മളുടെ വേലിയുടെയും മതിലിന്റെയും യൂസ്ഫുൾനെസ് ആണ് ഈ വേദിക ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഇന്നറിൽ എന്താണ്? ഇന്നർ വാളിന് എന്താ പറയുന്നത്? മേധി എന്നാ പറയുന്നത്. ദെൻ പ്രദക്ഷിണപാതയുണ്ട്, അപ്പർ പ്രദക്ഷിണപാതയുണ്ട്, ദെൻ അണ്ടയ്ക്ക് മുകളിൽ ഹാർമിക, ഹാർമികയ്ക്ക് മുകളിൽ ആക്സിയൽ പ്ലെയിനിൽ എന്താ വരുന്നേ? യഷ്ടി വരുന്നു, ദെൻ ഛത്രി. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. മേധി ഇസ് എ സ്ക്വയർ പ്ലാറ്റ്ഫോം അറ്റ് ദ ബേസ് ഓഫൺ സറൗണ്ടഡ് ബൈ വേദിക. വേദികയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ വേദികയ്ക്ക് അകത്തുള്ള സ്ക്വയർ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് ആൻ എലോങ്ങേറ്റഡ് അല്ലെങ്കിൽ എലവേറ്റഡ് അല്ല, എലവേറ്റഡ് സ്ക്വയർ പ്ലാറ്റ്ഫോം. മനസ്സിലായോ? സോ ഒരു സ്തൂപയുടെ ഒരു സ്ട്രക്ചർ മനസ്സിലായോ? NCERT ടെക്സ്റ്റ് ബുക്കിലെ സ്തൂപയുടെ ഡെഫിനേഷൻ ആണ് ഞാൻ ഇവിടെ ഇത് NCERT നിന്ന് എടുത്തിരിക്കുന്ന പിക്ചറാണ്. സോ ഇതാണ് ഒരു ബേസിക്, ഒരു സ്റ്റാൻഡേർഡ് സ്തൂപയുടെ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ നിങ്ങൾ ഒരു കൂർത്തിരിക്കുന്ന ഒരു സാധനം കണ്ടോ? ഇതെന്താ? ഇത് അശോകൻ പില്ലറാണ്. ചില സ്തൂപകളുടെ ഫ്രണ്ടിൽ അശോകൻ പില്ലർ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. സോ അശോകൻ പില്ലർ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഡിസ്കഷൻ ആണ്. ഓക്കെ, സോ അത് അശോകൻ പില്ലറാണ്, സ്തൂപയുടെ ഒരു പാർട്ടല്ല എന്ന് മനസ്സിലാക്കുക. സ്തൂപയുടെ പുറത്തായിട്ടായിരിക്കും ഈ അശോകൻ പില്ലർ വെച്ചിട്ടുണ്ടാകുക. ചില സ്തൂപകളിൽ മാത്രമേ അശോകൻ പില്ലേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്തൂപയുടെ ഒരു ആർക്കിടെക്ചർ നിങ്ങൾ മനസ്സിലായല്ലോ. ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സ്തൂപ. ഓക്കെ, സ്തൂപയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? നമ്മളുടെ ആ അണ്ട എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ദെൻ തോരണാസിനെ കുറിച്ചിട്ട് മനസ്സിലായി, മേധിനെ കുറിച്ചിട്ട് മനസ്സിലായി, യഷ്ടിനെ കുറിച്ചിട്ട് മനസ്സിലായി. ദെൻ ഇവിടെ എന്തെങ്കിലും സംശയമുണ്ടോ ഈ കാലഘട്ടങ്ങളിൽ? ഞാൻ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ദെൻ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു മൗര്യ കാലഘട്ടങ്ങൾക്ക് മുൻപേ സ്തൂപയുണ്ടായിരുന്നു. മൗര്യനാണ് ഇതിനൊന്ന് പ്രൊമിനൻസിലേക്ക് കൊണ്ടുവന്നത്. മൗര്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 സ്തൂപകളുണ്ട്. മൗര്യ കാലഘട്ടങ്ങളിൽ പണിതിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്തൂപകളിൽ ഒന്നാണ് സാഞ്ചി സ്തൂപ. ഓക്കെ, ഒന്ന് സാഞ്ചി സ്തൂപ എന്ന് പറയുന്നതാണ് മൗര്യൻ പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സ്തൂപ. ദെൻ ഇപ്പോ കറന്റ് ഡിസ്കഷനിലുള്ള സ്തൂപ ഏതാണ്? പിപ്രവാ സ്തൂപ. പിപ്രവാ സ്തൂപ എന്ന് പറയുന്നത് എന്താണ്? ഈ മൗര്യൻ കാലഘട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത സ്തൂപയാണ്. സോ പിപ്രവാ സ്തൂപയെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിപ്രവാ സ്തൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗര്യ കാലഘട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്തൂപയാണ് ഒന്ന്. എവിടെയാണ് സ്ഥലം വരുന്നത്? ഏത് സംസ്ഥാനത്താണ്? UP-യിലാണ് ഈ പിപ്രവാ സ്തൂപ നിലകൊള്ളുന്നത്. ഓക്കെ, UP എന്ന് പറയുമ്പോൾ നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ബുദ്ധന്റെ ജനന സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്തൂപയാണ് ഈ പിപ്രവാ സ്തൂപ എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? ബുദ്ധൻ ജനിച്ചത് ലുംബിനിയിൽ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തേ. ലുംബിനിയിൽ ജനിച്ചു. ദെൻ ബോധ്ഗയയിൽ എന്ത് കിട്ടി? എൻലൈറ്റ്മെന്റ് കിട്ടി. ദെൻ എവിടെയാണ് പോയെ? ഫസ്റ്റ് സെർമൺ സാർനാഥില് ഫസ്റ്റ് സെർമൺ കിട്ടി. ദെൻ അവസാനത്തെ സെർമൺ, ലാസ്റ്റ് സെർമൺ എവിടെയാണ് നടത്തിയത്? ലാസ്റ്റ് സെർമൺ വൈശാലിയിലാണ് നടത്തിയത്. ദെൻ എവിടെയാ മരിച്ചത്? കുശിനഗര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മരിച്ചത്. സോ 5 പ്രദേശങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ദെൻ ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും സ്തൂപയും പില്ലറിഡിക്സും ഒക്കെ ഉണ്ട്. മറ്റേ നമ്മളുടെ അശോകൻ പില്ലേഴ്സും എല്ലാം ഉണ്ട്.
ഓക്കെ. സോ ഇതില് നമ്മളുടെ ബോധ്ഗയയിൽ ഒരു സ്തൂപയുണ്ട്. ബീഹാറിലെ ബോധ്ഗയയിൽ മൗര്യ കാലഘട്ടത്തിൽ തന്നെ പണിത ഒരു സ്തൂപയുണ്ട്. ദെൻ പിപ്രവ, ഈ ലുംബിനിയിൽ ജനിച്ചത്, ലുംബിനിയോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പിപ്രവ. കപിലവാസ്തു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടൊക്കെ ചില ഹിസ്റ്റോറിയൻസ് ഈ പിപ്രവയെ അംഗീകരിച്ചു പോരുന്നു. ഈ പിപ്രവ സ്തൂപ നിന്നിരുന്ന സ്ഥലത്തെ അംഗീകരിക്കുന്നുണ്ട് ചിലരിട്ടോ, ഒരു സെക്ഷൻ മാത്രം. ഓക്കെ. സോ ബുദ്ധന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു സ്തൂപ പ്ലേസ് ആണ് പിപ്രവ. യു പിയിലെ നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പിപ്രവ സ്തൂപ. ഓക്കെ. അപ്പൊ പിപ്രവ സ്തൂപ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ മൗര്യൻ പീരീഡിൽ വന്നിരുന്ന മറ്റൊരു സ്തൂപകൾ ഏതൊക്കെയാണ്? നമ്മളുടെ ഏതാണ് സാഞ്ചി സ്തൂപ എന്ന് പറഞ്ഞത്. ബോധ്ഗയയിൽ ഒരു സ്തൂപ. ബോധ്ഗയയിൽ എന്താണ് കിട്ടിയത്? എൻലൈറ്റ്മെന്റ് കിട്ടി. ഓക്കെ. സോ എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലത്തും ആര് കൊണ്ടുപോയി സ്തൂപ വെച്ചു? നമ്മളുടെ മൗര്യൻ കൊണ്ടുപോയി സ്തൂപ വെച്ചു. ഈ ഓരോ സ്തൂപയെയും നമ്മൾ എടുത്തെടുത്തൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകാത്തത്, നിങ്ങളുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. ആരാണ് മൗര്യൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല. സതവാഹന ആരാണ്, കുശാനാസ് ആരാണ്, ശുംഗ ഡൈനാസ്റ്റി ആരാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ സ്തൂപയെയും എടുത്തെടുത്ത് പറയാത്തത്. മനസ്സിലായോ? ആദ്യം നിങ്ങൾ ഏൻഷ്യന്റ് ഇന്ത്യയുടെ ബേസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഏത് സ്തൂപ, ഏത് മൗര്യൻ, ഏത് ശുങ്കൻ എന്നുള്ള രീതിയിലേക്ക് വരും. സോ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾക്ക് കുറച്ച് പിടികിട്ടാത്ത സംഭവമായിട്ട് മാറും. ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനൊരുത്തരേ ഉള്ളൂ, നിങ്ങളുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ ബേസ് ക്ലിയർ അല്ല. ഓക്കെ. നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരെയൊക്കെ ഓക്കെ ആയിരിക്കും. അത് എല്ലാവരും ഇൻഡസ് വാലി സിവിലൈസേഷൻ വരെയൊക്കെ കൃത്യമായിട്ട് പഠിക്കും. പിന്നെ മൗര്യൻക്ക് വരുന്നു, അശോകൻ വരുന്നു. അശോകന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അശോകൻ വരെയൊക്കെ എല്ലാ സ്റ്റുഡൻസിനും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ചിലപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷമാണ് പല രാജാക്കന്മാരും പല ആളുകളും വരുന്നത്. സോ ആ സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ക്രിയേറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. സോ മൗര്യ കാലഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിരുന്ന സ്തൂപകൾ ഏതൊക്കെയാണ്? നമ്മളുടെ പിപ്രവ സ്തൂപ ഞാൻ പറഞ്ഞു. അത് പിപ്രവ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. സാഞ്ചി എന്ന് പറയുന്ന സ്തൂപയാണ്, ബോധ്ഗയയിലെ സ്തൂപയാണ്. സോ ഈ സ്ഥലങ്ങളൊക്കെയാണ് മൗര്യൻ പീരീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരുന്ന സ്തൂപകൾ. ദെൻ മൗര്യന് ശേഷം ശതവാഹനാസ് വരുന്നുണ്ട്. ശതവാഹനാസ്, ശുങ്കാസ് ആണ് മൗര്യന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. ശുങ്കാസും ശതവാഹനാസും കുഷാനാസും എന്ത് ചെയ്തു? ഈ സ്തൂപകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയത്. ഓക്കെ. ദെൻ ഗുപ്ത പീരീഡിലായി. ഗുപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹിന്ദു റിലീജിയസ് ഓറിയന്റേഷൻ ആണെങ്കിലും അവര് സ്തൂപയ്ക്ക് ഡെക്കറേറ്റീവ് എലമെന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ ഈ പിക്ചറിലേക്ക് ഒന്ന് വന്നേ. ഇവിടെ നമ്മൾ വേദികയും തോരണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ തോരണാസ്, സ്തൂപയ്ക്ക് ചുറ്റുമുള്ള തോരണാസ്, അതായത് കവാടങ്ങൾ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ശതവാഹനാസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്തൂപാസിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. ഓക്കെ. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നില്ല. ശതവാഹനാസ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളുടെ തോരണാസ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ശതവാഹനാസിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. നമ്മളുടെ അടുത്തുള്ള ഒരു അമ്പലം വിപുലീകരിക്കുന്നത് പോലെ തന്നെയാണ് പണ്ടുള്ള ആളുകൾ ഈ സ്തൂപാസം വിപുലീകരിച്ചത്. ഓരോ രാജാക്കന്മാർ വരുമ്പോൾ, അതായത് ഒരു കാവായിരുന്നു നമ്മുടെ അടുത്തുള്ള അമ്പലം പണ്ട് എന്തായിരുന്നു എന്ന് നമ്മൾ വീട്ടുകാരോടൊന്ന് ചോദിച്ചേ, അല്ലെങ്കിൽ അടുത്തുള്ള പള്ളി എന്തായിരുന്നു? ഒരു ചെറിയ ചാപ്പലായിരുന്നു. ദെൻ അത് വിപുലീകരിച്ചൊരു പള്ളിയായിട്ട് പണിതു. ഓക്കെ. മൗര്യൻ പീരീഡ് വന്നപ്പോൾ അണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണിതു. ദെൻ ശുങ്ക പീരീഡ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് പുറത്തേക്കുള്ള റെയിലിങ്ങുകളും ദെൻ അതിൽ ജാതക ടൈലുകൾ അടക്കമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. ദെൻ ശതവാഹനാസ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തേ? നമ്മളുടെ തോരണ അല്ലെങ്കിൽ എൻട്രൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ അമ്പലങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിപുലീകരിക്കുന്നത് പോലെയൊക്കെ തന്നെ ഓരോ ആളുകളും ഓരോ പണവും പ്രതാപവും ഉള്ള ആളുകൾ വരുമ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ. ഇനി അപ്പോൾ ഈ സ്തൂപാസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലായല്ലോ, എങ്ങനെയാണ് അതിന്റെ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ. ഓരോ സ്തൂപാസിനെയും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. ഓക്കെ. ദെൻ ഇപ്പോ ന്യൂസിൽ വന്നിരിക്കുന്ന സ്തൂപയെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ. ഏതാണ്? പിപ്രവ റിലിക്സ് അല്ലെങ്കിൽ പിപ്രവ സ്തൂപ. എവിടെയാണ്? നമ്മളുടെ ഉത്തർപ്രദേശിലാണ് ഈ സ്തൂപ നിലനിൽക്കുന്നത്. ഓക്കെ. എന്താ ബിലീവ് ചെയ്തിരിക്കുന്നത്? ബർത്ത് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട കപിലവാസ്തു, അല്ലെങ്കിൽ എവിടെയാണ് ബർത്ത് പ്ലേസ്? ലുംബിനിയിലാണ് ജനിച്ചത്. ലുംബിനിയിൽ ജനിച്ചതുമായി ബന്ധപ്പെട്ട് കപിലവാസ്തു, ഏഷ്യൻ കപിലവാസുവിന്റെ എന്തായിരുന്നു? കപിലവാസ്തു എന്ന് പറഞ്ഞ ആളുടെ പേരല്ല കേട്ടോ, സ്ഥലപ്പേരാണ്.
കപിലവാസ്തു ചേട്ടൻ ഒന്ന് വിളിച്ചു കളയരുത് നിങ്ങൾ. കപിലവാസ്തു എന്ന് പറയുന്നത് സ്ഥലമാണ്. കപിലവാസ്തുവിന്റെ ക്യാപിറ്റലായിട്ട് ചില ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സ്തൂപയാണ് എന്ത്, പിപ്രവാസ്തൂപ. സോ ഇത് ലൈക്ക് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബേക്ക്ഡ് സ്റ്റോണുകൾ വെച്ചിട്ടാണ്, കല്ലുകൾ വെച്ചിട്ടാണ് ഈ സ്തൂപ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു വേദിക കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ സ്തൂപയിലേക്ക് ഒന്ന് നോക്കി, വേദിക കാണാനായിട്ട് സാധിക്കുന്നില്ല. തോരണ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻട്രൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? സോ നിങ്ങൾ സ്തൂപയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാ സ്തൂപാസിനും ഈ എല്ലാ ഫീച്ചേഴ്സും വരണം എന്നില്ല. പക്ഷെ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്തൂപയുടെ ഡെഫിനേഷൻ വരുന്നത്. ചിലതിന് വേദിക ഉണ്ടാവില്ല, ചിലതിന് 2 പ്രദക്ഷിണ പാതകളൊന്നും ഉണ്ടാവില്ല, ഒറ്റ പ്രദക്ഷിണ പാത തന്നെയായിരിക്കും. മനസ്സിലായോ? ചിലതിന് ഹാർമികയും അല്ലെങ്കിൽ ഛത്രിയൊക്കെ ഉണ്ടാകണം എന്നില്ല. ഇവിടെ ഈ പിക്ചറിലേക്ക് നോക്കി, ഇതിന് ഛത്രിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരുന്നിരിക്കാം, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഉള്ള പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പ്രശ്നം 1898 ഈ ഒരു സ്തൂപ ഐഡന്റിഫൈ ചെയ്യുന്നത്. സ്തൂപ ഐഡന്റിഫൈ ചെയ്യല്ല, സ്തൂപയുടെ റിലിക്സുകളെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത മ്യൂസിയത്തിലായിരുന്നു ഈ ഒരു സാധനം, ഈ റിലിക്സുകൾ ഉണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് എങ്ങടേക്ക് പോയി? ഇപ്പോൾ ഹോങ്കോങ്ങിന്റെ കയ്യിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. ദെൻ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഓപ്ഷൻസിൽ നടക്കുകയാണ്, അവിടുത്തെ ഒരു പ്രൈവറ്റ് ഓപ്ഷൻ നടക്കുകയാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സാധനവും അവിടെ എന്തിനു വെച്ചു? ഓപ്ഷന് വെച്ചു. സോ ഓപ്ഷന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു വെക്കരുത്, ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ്, ഞങ്ങളുടെ നിന്ന് കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ദെൻ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ ഇതിനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള, കാരണം ഇത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമാറ്റിക് ടൈസുകളും ഡിപ്ലോമാറ്റിക് ആക്ഷനുകളും നടത്തേണ്ടി വരും. സോ ഇതിനെല്ലാം ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ തേർഡ് ഡിസ്കഷൻ. ഇനി നമുക്ക് മറ്റൊരു ഡിസ്കഷനിലേക്ക് പോകാം. ഇൻകം ടാക്സ് ബിൽ 2025. ഇൻകം ടാക്സ് ബില്ല് കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 11 തീയതി സഭയിൽ വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ബില്ലുകൾ നിയമമാകുന്നത് എന്നാണ് നമ്മൾ അന്ന് ഇൻകം ടാക്സ് ബില്ല് എടുത്തു കഴിഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇൻകം ടാക്സ് ബില്ല് പാസ്സാക്കുന്ന ദിവസം വാർത്ത വരുമ്പോൾ ഇൻകം ടാക്സ് ബില്ലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സ്ട്രക്ചറിൽ നമ്മളുടെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ട് സെലക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് സെലക്ട് കമ്മിറ്റി തിരിച്ച് പാർലമെന്റിലേക്ക് ഈ ബില്ല് കൈമാറി. ആ ബില്ല് അഡീഷനുകൾ ആഡ് ചെയ്തിട്ട് ഇന്നലെ ബില്ല് ലോകസഭയിൽ പാസ്സായി. ഓക്കെ, സോ ഇന്നത്തെ ഈ ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ, ഞാൻ പറഞ്ഞ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ദെൻ ഇനി രാജ്യസഭയിലേക്ക് ഈ ബില്ല് പോകും. രാജ്യസഭയും ഈ 3 പ്രോസസ്സും, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് എന്ന് പറയുന്ന 3 പ്രോസസ്സും നടന്നു പോകും. എന്നിട്ടാണ് ബില്ല് ആർക്ക് പോവുക? നമ്മുടെ പ്രസിഡന്റിന് പോവുക. ഓക്കെ, ഈ അവസരത്തിൽ ഇൻകം ടാക്സ് ബില്ലിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, ഇൻകം ടാക്സ് ബില്ല് ഇപ്പോൾ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് 60 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് 1961 നമ്മളൊന്ന് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യുകയാണ്. കാരണം എന്താണ്? അത് 60 വർഷം മുന്നേ ഉള്ള നിയമമാണ്. ഡിജിറ്റലൈസേഷൻ വരുന്നതിന് മുന്നേ ഇന്റർനെറ്റുകളും ഇന്റർനെറ്റ് കറൻസികളും ഡിജിറ്റൽ കറൻസികളൊക്കെ ലഭ്യമാകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നിയമമാണ്. സോ ആ ഒരു നിയമത്തെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ചില കാര്യങ്ങൾ, മേജർ പ്രൊവിഷനുകളിലൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, ഇപ്പോ ടാക്സ് റേറ്റുകളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ബഡ്ജറ്റിന്റെ കാലഘട്ടങ്ങളിലാണ് തീരുമാനിക്കുന്നത്. ഈ ഇൻകം ടാക്സ് ബിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പെർട്ടിക്കുലർലി എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുന്ന ആക്ട് ആണ്. ഓക്കെ, സോ അതിൽ ഇൻകം ടാക്സ് ബില്ലിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോഡേണൈസേഷൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ദെൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ. ഇതുവരെ ഒരു സെർച്ച് ആൻഡ് സീഷ്യൂറിന്റെ സമയത്ത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, നിങ്ങൾ ആരെങ്കിലും IRS ഒക്കെ ആകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പെർട്ടിക്കുലർലി ഡയറക്റ്റ് ടാക്സിന്റെ ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മേജർ പണി എന്തായിരിക്കും? ഈ ഇൻകം ടാക്സുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സിന്റെ, ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ പെർട്ടിക്കുലർലി ഡയറക്റ്റ് ടാക്സിൽ അസൈൻ ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ജോലി. സോ അവർക്ക് സെർച്ച് ആൻഡ് സീഷ്യൂഴ്സ് നടക്കുന്ന സമയത്ത് വിർച്വൽ ഡിജിറ്റൽ സ്പേസിലേക്ക് ഇതുവരെ കയറാനായിട്ട് സാധിക്കുകയുണ്ടായില്ല. ഓക്കെ,
എന്തിലേക്കാണ് അവർക്ക് എൻട്രി ഇല്ലാത്തത്? വിർച്വൽ ഡിജിറ്റൽ സ്പേസുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുകയില്ല. സോ ഇപ്പോൾ നമ്മൾ വിർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്താണെന്ന് ലീഗലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ, ഈ ഒരു ബില്ലിൽ. ദെൻ വേറെ എന്താ ചെയ്തേ? നമുക്ക് ആക്സസ് കോഡുകളിലേക്കും വിർച്വൽ ഡിജിറ്റൽ സ്പേസിലേക്കും എൻ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പരിശോധിക്കാനായിട്ടുള്ള അധികാരം ആർക്ക് കൊടുത്തു? സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു. ഓക്കെ, സോ സെർച്ച് ആൻഡ് സീഷറിന്റെ ഒരു എക്സ്പാൻഷൻ 247 ഒരു എക്സ്പാൻഷൻ. ദെൻ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ എന്ത് ചെയ്യാനായിട്ട്? ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ടും ഉള്ള അധികാരം ആർക്ക് കൊടുത്തു? നമ്മളുടെ സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു. സോ ഇത് പെർട്ടിക്കുലർലി ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ലെവലിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. കാരണം ഇതുവരെ നമ്മളുടെ ഡിജിറ്റൽ ആക്സസുകളിലേക്ക് കൈകടത്താനായിട്ട് ഇൻകം ടാക്സ് അധികാരികൾക്ക് അധികാരമുണ്ടായിരുന്നില്ല. സോ ഇപ്പൊ ഡിജിറ്റൽ കറൻസിയും അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളൊക്കെ ഒരുപാട് കൂടുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 500 ഏക്കറിന്റെ ഒരു ഭൂമി കൈമാറ്റം ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു 50 ഏക്കർ, 500 ഏക്കർ വേണ്ട, പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യം പറയാം, ഈ നടക്കുന്ന കാര്യം വല്ലതും പറയുന്ന പോലെ ഒരു 50 ഏക്കറിന്റെ ഭൂമി ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. ഓക്കെ, സോ 50 ഏക്കറിന്റെ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഞാൻ ഇൻകം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ടാക്സ് ടോട്ടലി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ബിറ്റ് കോയിനിൽ ട്രാൻസാക്ഷൻസ് നടത്തി. അതായത് ഞാൻ വാങ്ങുന്ന ആളോട് പറഞ്ഞു, എനിക്ക് കാശായിട്ട് പണം വേണ്ട, എനിക്ക് UAE അല്ലെങ്കിൽ ദുബായിലും ഓസ്ട്രേലിയയിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എനിക്ക് കണക്ഷൻസും വീടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പണം ഇന്ത്യൻ മണിയിൽ തരണ്ട, എനിക്കൊരു 2 ബിറ്റ് കോയിൻ തന്നാൽ മതി, അല്ലെങ്കിൽ 1.5 ബിറ്റ് കോയിൻ തന്നാൽ മതി, ഞാൻ പാവമല്ലേ ജീവിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞു. സോ ഇന്ത്യൻ ഗവൺമെന്റിന് കിട്ടേണ്ട പണം കിട്ടാതെ പോകുന്നില്ലേ? ടാക്സ് കിട്ടാതെ പോകുന്നില്ലേ? സോ ഇവര് ഈ സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്ന ഇൻകം ടാക്സ് ഒഫീഷ്യൽ വന്നിട്ട് എന്റെ മുന്നിലേക്ക് 2025 മുന്നേ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അതിന് ഞാൻ ഇന്ത്യൻ കറൻസിയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്താ ചെയ്തേ? ഡിജിറ്റലി ആണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റലി തെളിവ് തരാനായിട്ട് എനിക്ക് പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ചേഞ്ച് ചെയ്തിട്ട് വിർച്വൽ ഡിജിറ്റൽ സ്പേസിലേക്കുള്ള നമ്മളുടെ എൻട്രീസിനെ, സെർച്ച് ആൻഡ് സീഷറിനുള്ള എൻട്രീസിനെ നമ്മൾ ഇനേബിൾ ചെയ്തു. സോ അതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ദെൻ എന്തൊക്കെ കൊണ്ടാണ് ഡിജിറ്റൽ ടാക്സുകൾ ഇവേഡ് ചെയ്യപ്പെടുന്നുണ്ട്? ഇങ്ങനെ മണി ലോണ്ടറിങ്ങിന് ഒതുങ്ങുന്ന കാര്യം മാത്രമല്ല, ഡിജിറ്റൽ ടാക്സുകൾ, അതായത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല, ഡിജിറ്റലി കിട്ടുന്ന പ്രോഫിറ്റുകളെ നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് സ്ലാബുകളിൽ കാണിക്കുന്നില്ല. ഇൻകം ടാക്സ് സ്ലാബുകളെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇൻകം ടാക്സ് സ്ലാബുകൾ മേജർലി 5 സ്ലാബുകളാണ്. ഇൻകം ഫ്രം പ്രൊഫഷൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം സാലറി, അങ്ങനെ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് സ്ലാബുകളിലാണ് നമ്മൾ ഈ ഇൻകത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് 5 ഇൻകമുകൾ ഉണ്ട് എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദെൻ ഇൻകം ഫ്രം സാലറി ചെയ്തുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻകം ഫ്രം സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സാലറിയുടെ അണ്ടറിലുള്ള ഫോംസ് ആണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, നിങ്ങളൊരു ബിസിനസ്സും പ്രൊഫഷൻ മീൻസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെൽഫായിട്ട് ഏൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ആൻഡ് പ്രൊഫഷന്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ മിസലേനിയസ് പ്രൊവിഷൻസ്, അതായത് നിങ്ങൾ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റിങ്ങുകൾ നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഇട്ടിരിക്കുന്നു, അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾ 5th കാറ്റഗറിയിൽ വരും. ഓക്കെ, അങ്ങനെ 5 സ്ലാബുകളാണ് ഇൻകം ടാക്സിന്റെ ഉള്ളത്, അല്ലെങ്കിൽ 5 ടൈപ്പ് ഓഫ് ഇൻകമുകളാണ് ഇൻകം ടാക്സിലുള്ളത്. ഓക്കെ, സോ അതിൽ ഈ ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ടുന്ന പ്രോഫിറ്റുകൾ നമ്മൾ എവിടെ ചെയ്യും? നമ്മൾ മിസലേനിയസ് പ്രൊവിഷനുകളിലാണ്, അല്ലെങ്കിൽ 5th ഹെഡിലാണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല. സോ അതൊരു പ്രോബ്ലമാണ്. ദെൻ ഡയറക്റ്റ് ടാക്സ് എൻഹാൻസ് ചെയ്യുക. ഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ കൂട്ടണം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ എത്രയാണ്? 11%. 11 to 12% ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ. അതിൽ ഡയറക്റ്റ് ടാക്സ് ഒരു 27 to 30% ഡയറക്റ്റ് ടാക്സിന്റെ. സോ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോണുകൾ വരുന്നതുകൊണ്ടേ ഇടക്കിടക്ക് നമ്മളുടെ ഈ ഒരു കണ്ടിന്യൂവൻസി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. സോ
ജസ്റ്റ് കോപ്പറേറ്റ്. ചില കോളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന കോളുകൾ വരുന്നതുകൊണ്ടാണ് ഈ ഒരു കണ്ടിന്യൂൻസ് കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നിരുന്നത് നമ്മളുടെ ഡിജിറ്റൽ ടാക്സ് ഇവേഷൻ കാരണം ഡയറക്റ്റ് ടാക്സ് ഫ്രെയിംവർക്ക് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ ടാക്സ് ടു GDP റേഷ്യോ അത് 11% നിന്ന് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് എത്ര വരെ എത്തിക്കണം? ഒരു 18-20%ലേക്കൊക്കെ നമ്മളുടെ ടാക്സ് ടു GDP റേഷ്യോ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ടാക്സ് ബേസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കറന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദർ ആർ സം കൺസേൺസ്, ചില കൺസേണുകൾ ഇവിടെ ഉണ്ട്. എന്താണ്? പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ. എന്റെ ഡിജിറ്റൽ ഡാറ്റയിലേക്ക്, എന്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറാനായിട്ട് ആർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റിന് എന്തധികാരം? ഓക്കെ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറാനായിട്ട് സ്റ്റേറ്റിന് എന്തധികാരം? പുട്ടസ്വാമി കേസ് അല്ലെങ്കിൽ ഫേമസ് കേസ് ആണ്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ് പുട്ടസ്വാമി കേസ്. എന്താ പറയുന്നത്? എന്റെ പ്രൈവസി ഓഫ് ഇൻഡിവിജ്വലിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ് പുട്ടസ്വാമി കേസ്. ഓക്കെ, ദെൻ കംപ്ലൈൻസ് ബർഡൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. കമ്പനീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് മേ ഫേസ് അഡീഷണൽ സ്ക്രൂട്ടണി റിക്വയറിംഗ് ദം ടു മെയിൻറ്റെയിൻ ആൻഡ് ഡിസ്ക്ലോസ് ഡിജിറ്റൽ റെക്കോർഡ്സ് ഫോർ ഓഡിറ്റ്. അതായത് ഓഡിറ്റർ ഒരു എന്ത് ചെയ്യണം? ഇതുവരെ അവരുടെ ടോട്ടൽ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം ഫയൽ ചെയ്താൽ മാത്രം പോരാ. ദെൻ അഡീഷണൽ കംപ്ലൈൻസുകൾ കൊടുക്കണം. എന്തൊക്കെ? അവരുടെ ഡിജിറ്റൽ റെക്കോർഡുകളുടെ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ദെൻ ഇവിടെ പ്രൈവസി റിലേറ്റഡ് ആയിട്ട് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള, പവർ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ടാക്സ് അതോറിറ്റീസ് സീഷർ പവേഴ്സിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റ പ്രൈവസിയിലേക്കും പ്രൊട്ടക്ഷനിലേക്കും കടന്നു കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇതാണ് ഈ ഒരു ഇൻകം ടാക്സ് ബില്ലിന്റെ, പുതിയ ഇൻകം ടാക്സ് ബില്ലിന്റെ ചില ക്രിറ്റിക്സുകളായിട്ട് അല്ലെങ്കിൽ ചില ഡീമെറിറ്റുകളായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. എന്താ നെക്സ്റ്റ് ആർട്ടിക്കിൾ? വെരി 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 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. ജനീവാസ് പ്ലാസ്റ്റിക് ട്രീറ്റി, ജനീവ പ്ലാസ്റ്റിക് കൺവെൻഷൻ അല്ലെങ്കിൽ ജനീവ പ്ലാസ്റ്റിക് ട്രീറ്റി. അതായത് ലോകത്ത് ഒരു പ്ലാസ്റ്റിക് നയമുണ്ടാകണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ലോകത്ത് എന്തെങ്കിലും നയങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? സോ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയ നിയമങ്ങളോ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. പക്ഷേ ഗ്ലോബലി അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഒരൊറ്റ നിയമമില്ല. സോ നമ്മൾ എന്ത് തീരുമാനിച്ചു? നമ്മൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ഒപ്പിടാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, സോ ഇതിന്റെ ഒരു ചരിത്രം പറയാനായിട്ടുണ്ട്. ചരിത്രം പറയുമ്പോൾ, എൻവിറോൺമെന്റിന്റെ ചരിത്രം പറയുമ്പോൾ ഞാൻ എവിടേക്ക് ആദ്യം പോവാറ്? 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. ഇന്ത്യയിൽ നിന്ന് ഇന്ദിരാഗാന്ധി പങ്കെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഞാൻ അത് പറയാണ്ട് ഒരു എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് ക്ലാസ്സുകളുടെ എഫേർട്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പറയാറില്ല. സോ അവിടെ നിന്നാണ് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ദെൻ രണ്ടാമത് ഞാൻ പറയുന്നത് നമ്മളുടെ ഇതായിരിക്കും, റയോ ഡി എർത്ത് സമ്മിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റയോ എർത്ത് സമ്മിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ വെച്ചിട്ട് 1972 എന്താ സംഭവിച്ചേ? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം UNEP ഫോം ചെയ്തു. എന്ത് ഫോം ചെയ്തു? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം ഫോം ചെയ്തു. ഓക്കെ, സോ ഈ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. 2022-23 കാലഘട്ടങ്ങളിൽ 50ാമത്തെ വർഷം അത് പൂർത്തിയാക്കി. ഓക്കെ, സോ ഈ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം എൻവിറോൺമെന്റിന്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചിന്തിച്ചത്, നമുക്ക് ഒരു എൻവിറോൺമെന്റ് അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉള്ള പോലെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കില്ല. ഓക്കെ, എന്തില്ല? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് അസംബ്ലി, അപ്പെക്സ് ബോഡി, ലോക നിയമങ്ങളിൽ തീരുമാനം എടുക്കുന്ന, എൻവിറോൺമെന്റൽ ലോസിൽ തീരുമാനം എടുക്കുന്ന ഒരു അപ്പെക്സ് ബോഡി നമുക്കില്ല എന്ന് നമ്മൾ കണ്ടെത്തി. സോ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം എന്ത് പറഞ്ഞു? എങ്കിൽ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ 2012 യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് അസംബ്ലി UNEA എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. 2012 യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ അസംബ്ലി തുടങ്ങുകയാണ്. ഓക്കെ, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം?
ലോക നിയമങ്ങൾ, അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, മറൈൻ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ട് ലോക നിയമങ്ങൾ, ബൈൻഡിങ് എഗ്രിമെന്റുകൾ ഒപ്പിടിക്കുക. അപ്പുറം വേറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷേ ലോകത്തിന് മൊത്തമായിട്ട് ഒരു നിയമം വേണം. യുണൈറ്റഡ് നേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തിൽ ചെയ്യണം? എൻവിറോൺമെന്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്ന് 2012 ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സമ്മേളനങ്ങൾ കൂടും. ഇവര് ഇടയ്ക്കിടയ്ക്ക് എന്ത് കൂടും? സമ്മേളനങ്ങൾ കൂടും. സമ്മേളനങ്ങൾ കൂടിയിട്ട് എന്ത് പറയും? ലോക എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ യു എൻ ഇ പിയുടെ 50-ാം വാർഷിക സമ്മേളനത്തില് യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ അസംബ്ലി സമ്മേളിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ അസംബ്ലി സമ്മേളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനുകൾ കുറയ്ക്കണം. ഇനി നമ്മളുടെ പ്ലാസ്റ്റിക് പൊല്യൂഷനുകൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ നമ്മൾ ഇത് ലോകത്തോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റീസിനെ ഫോം ചെയ്തു. എന്തിനെ ഫോം ചെയ്തു? അതായത് ഗവൺമെന്റുകളുമായിട്ട് ഈ ഒരു ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക്കിന്റെ നിയമങ്ങളിൽ, പ്ലാസ്റ്റിക് ലെജിസ്ലേഷനുകളിൽ ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. INC. ഓക്കെ, INC 5 സമ്മേളനങ്ങൾ കൂടി. ഈ INCയുടെ 5 സമ്മേളനങ്ങളൊന്നും നമ്മൾ കാണാതെ പഠിച്ചു വെക്കണ്ട. ഓക്കെ, INC 5 സമ്മേളനങ്ങൾ കൂടി എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ട്? പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ ഒരു ലോക നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോക നിയമം ഉണ്ടാക്കുന്നതിന്റെ ബേസിസിൽ INC ഫോം ചെയ്തു. ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻ കമ്മിറ്റി, അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി. ഓക്കെ, എന്താണ്? നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റോള്. അവര് ആദ്യം ഉറുഗ്വായിൽ കൂടി, ദെൻ ഫ്രാൻസിൽ കൂടി, കെനിയയിൽ കൂടി, ദെൻ കാനഡയിൽ കൂടി, സൗത്ത് കൊറിയയിൽ കൂടി. അവസാനമായിട്ട് സൗത്ത് കൊറിയയിലാണ് കൂടിയിരിക്കുന്നത്. ദെൻ കറന്റ്ലി ഈ INC ആണ് ജനീവയിൽ കൂടിയിരിക്കുന്നത്. ഹിസ്റ്ററി പിടികിട്ടിയോ? ചരിത്രം പിടികിട്ടിയോ? ജനീവയിൽ ആരാണ് കൂടിയിരിക്കുന്നത്? അപ്പുറത്ത് വീട്ടിലെ ചേട്ടനും ചേച്ചിയും കൂടി പോയി ജനീവയിൽ പ്ലാസ്റ്റിക് കമ്മിറ്റി ഉണ്ടാക്കുകയാണോ? അല്ല. എവിടെ നിന്ന് തുടങ്ങുന്ന? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ ജനറൽ അസംബ്ലിയിൽ തുടങ്ങുന്ന കാര്യം. ഓക്കെ, അവരുടെ ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ 5ാമത്തെ സമ്മേളനം. ഇത്രയും പറഞ്ഞത് ഈ ഒരു ചരിത്ര ഉറുഗ്വായിൽ തുടങ്ങിയിട്ടുണ്ട്. 5 എണ്ണം ഉണ്ടായെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഉറുഗ്വായിലാണോ ഫ്രാൻസിലാണോ എന്നൊക്കെ വിട്ടേക്കുക, ഒന്ന് കേട്ട് മറന്നേക്കുക. ഓക്കെ, ഇപ്പൊ എവിടെയാ കൂടിയിരിക്കുന്നത്? ജനീവയിലെ കൂടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ട്രീറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു സംഹിത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അവസാനം സൗത്ത് കൊറിയയിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയില്ല? ഇവർക്ക് ഡിസഗ്രിമെന്റുകൾ ഫൈനലൈസ് ചെയ്ത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, എന്താണ് പ്രശ്നം? കറന്റ്ലി ഈ പത്രം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, 2 ഭാഗങ്ങളായിട്ട് കമ്മിറ്റീസ്, അല്ലെങ്കിൽ 2 ഭാഗങ്ങളായിട്ട് ആര് തിരിഞ്ഞിട്ടുണ്ട്? ലോകരാജ്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. 2 കൊയിലേഷനുകൾ, 2 കൂടിച്ചേരലുകൾ അവിടെ വന്നിട്ടുണ്ട്. നോർവേയുടെയും റാവന്റയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ഹൈ അംബീഷൻ കൊയിലേഷൻ. എന്താണ് ഹൈ അംബീഷൻ കൊയിലേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഇതിനുള്ളിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംഘടനയുടെ പ്രത്യേകത? ഈ സംഘടന പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷനെ നിയന്ത്രിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, പോളിമേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് തടയണം. എന്നാൽ മാത്രമേ നമ്മളുടെ പ്ലാസ്റ്റിക് പൊല്യൂഷനും പ്ലാസ്റ്റിക് ഉപയോഗവും കുറയുകയുള്ളൂ. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് പറഞ്ഞു? അങ്ങനെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് പോളിമേഴ്സിന്റെ ഉൽപാദനം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു വരുന്ന കൺട്രീസ് ആണ്. യൂറോപ്യൻ യൂണിയനെ പോലെ, നോർവേയെ പോലെ ഞങ്ങൾ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അല്ല. ഞങ്ങളുടെ എക്കോണമി നിലനിൽക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. എന്താണ് ഈ പ്ലാസ്റ്റിക്? നമ്മൾ മറ്റേ ഇറച്ചി വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ മാത്രമാണോ? അല്ല. ഞാനൊരു ബുക്ക് റെഫർ ചെയ്യാം. അതായത് നിങ്ങളൊരു വായിക്കുന്ന ഒരാളാണെങ്കിൽ, വാക്ലവ് സ്മിൽ എന്ന് പറയുന്ന കനേഡിയൻ എഴുത്തുകാരൻ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മാനിറ്റോബയിലാണ് വർക്ക് ചെയ്തിരുന്നത് തോന്നുന്നു. സോ വാക്ലവ് സ്മിൽ എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് ബൈ വാക്ലവ് സ്മിൽ. ഞാനത് വായിക്കുന്നത് നമ്മളുടെ ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ്. പെട്ടെന്ന് എനിക്ക് കയ്യിൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്, പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഗംഭീര ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് പോളിമേഴ്സ്, പെർട്ടിക്കുലർലി പ്ലാസ്റ്റിക്കുകൾ ലോകത്തിന്റെ
പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ്. ഒന്ന് അമോണിയ, 2 സിമന്റ്, ദെൻ പ്ലാസ്റ്റിക്, ദെൻ ഫ്യൂവലുകൾ. ഇപ്പൊ നിങ്ങളെല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നൊരു കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, വക്ലബ് സ്മിൽ പറയുന്നത്. സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ റീഡിങ്ങിന് ഹാബിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്നത് നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു എല്ലാവരും വായിച്ചിരിക്കുന്നൊന്നും അല്ല, ജസ്റ്റ് ഞാൻ ഒരു കാര്യം ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. സോ ഇവിടെ നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. ഹൈ അംബീഷൻ കൊയിലീഷൻ, അവരെന്താ പറഞ്ഞു, ഉടനെ പോളിമേഴ്സിന്റെ പ്രൊഡക്ഷൻ നിരോധിക്കണം, അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് നിരോധിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ ഫേസ് ഔട്ട് ചെയ്ത് കളയണം. ദെൻ ഇന്ത്യ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ അങ്ങനെയുള്ള കൺട്രീസ് പറഞ്ഞു അത് വേണ്ട, കാരണം ഞങ്ങളുടെ പ്രൊഡക്ഷൻ നിലനിൽക്കുന്നത്, ഞങ്ങളുടെ എക്കോണമീസ് നിലനിൽക്കുന്നത് പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് കൂടിയാണ്. ഓക്കെ, സോ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ 2 ഗ്രൂപ്പുകളായി, ഹൈ അംബീഷൻ കൊയിലീഷനും ലൈക്ക് മൈൻഡഡ് കൺട്രീസ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളായിട്ട് ഇതിനുള്ളിൽ തിരിഞ്ഞു. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ അംബീഷൻ കൊയിലീഷനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈൻഡിങ് ആയിരിക്കും. നമ്മുടെ UNFCCC ഒക്കെ പോലെ ബൈൻഡിങ് ആയിരിക്കും. ലൈക്ക് മൈൻഡഡ് കൺട്രീസിൽ ആർക്ക് വേണമെങ്കിലും വരാം, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് സ്ട്രക്ചർ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യസ് പൊസിഷൻ ആൻഡ് കൺസേൺ എന്താണ്? ഇന്ത്യ എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് ലൈക്ക് മൈൻഡഡ് കൺട്രീസ്. കാരണം എന്താ? arguing that regulating plastic production would infringe upon the right to development, especially given the country's role in global plastic polymer market. Okay, ഗ്ലോബൽ പോളിമർ മാർക്കറ്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്? അംബാനി, അദാനി ടീമുകളാണ്. പെർട്ടിക്കുലർലി റിലയൻസ് ഒക്കെയാണ് ഈ പോളിമർ ടെക്നോളജിയിൽ ഏറ്റവും കൈയടക്കി വാങ്ങിയിരിക്കുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് അടക്കമുള്ള കമ്പനികളാണ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മളുടെ പോളിമേഴ്സ് ടെക്നോളജിയെയും പോളിമേഴ്സ് എക്സ്പോർട്ടിനെയൊക്കെ ധാരാളമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ്? ഏകദേശം ഡബിൾ ചെയ്തിരിക്കുകയാണ്. 500 മില്യൺ ടൺസിനോട് അടുപ്പിച്ചിട്ടാണ് നമ്മളുടെ പ്രൊഡക്ഷൻ വരുന്നത്. അതിൽ ഏകദേശം ഒരു 350ഓളം ടൺസ് എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമാണ്. സോ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷനും കൂടിയിട്ടുണ്ട്. 2000 നിന്ന് 2020 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. കൂടുതലല്ല, ഈ 200% ഇൻക്രീസ് ആണ് നടന്നിരിക്കുന്നത്. വേസ്റ്റും അതിനനുസരിച്ച് ഏകദേശം 200% ഇൻക്രീസ് ആണ് നടന്നിരിക്കുന്നത്. സോ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കർബ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇന്ത്യ പോലെയുള്ള കൺട്രീസിന്റെ ഡെവലപ്പിംഗ് കാപ്പബിലിറ്റീസിനെ നോക്കുക എന്നുള്ളത് ഒരു കൺട്രിയുടെ ഉത്തരവാദിത്തമാണ്. സോ ഇവിടെ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പൊല്യൂഷന്റെ, കാർബൺ എമിഷന്റെ റെസ്പോൺസിബിലിറ്റി പോലെ ഒരു വിഷയമല്ല ഇവിടെ വന്നിരിക്കുന്നത്. സോ ആണ്, മനസ്സിലായോ? സോ ലോക നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്താണ് ഈ ജനീവ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നുള്ളത് മനസ്സിലായോ? ഇത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആരുടെ ശ്രമമാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ അസംബ്ലി, പെർട്ടിക്കുലർലി UNEP-യുടെ, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാമിന്റെ ശ്രമമാണ്. എന്താണ് ഈ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി, ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി എന്നുള്ളത് മനസ്സിലായോ? അതിന്റെ 5ാമത്തെ സമ്മേളനമാണ് ഇപ്പോൾ ജനീവയിൽ നടക്കുന്നത്. ഓക്കെ ആണോ? സോ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫയേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ.